അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ടയർ ഹാഗർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സിമ്പിൾ പ്രോസസ്സാണ്. ഇത് ഞാൻ ആഫ്റ്റർ മാർക്കറ്റായി വാങ്ങിയതാണ്. ഏകദേശം 1,250 റുപ്യ വില വരുന്നുണ്ട്. സംഭവം പ്രോസസ്സ് സിമ്പിളാണ്. ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. സാധനം കൈ കിട്ടിയാൽ തന്നെ ഓരോരുത്തർക്കും ഇൻസ്റ്റാൾ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് 2 LNG വോൾട്ടാണ് വരുന്നത്. ഇത് നമ്മളെ ടാങ്കിൻ്റെ LNG വോൾട്ട് ഉണ്ടല്ലോ, അതേ സൈസാണ്. ഇതിൻ്റെ സൈഡിലൊരു 10 mm വോൾട്ട് വരുന്നുണ്ട്. ഞാൻ ഫുള്ള് ടൈറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് കാണിക്കാൻ വേണ്ടി മാത്രം. പിന്നെ ഇതിന് 2 റിഫ്ലക്ടർ വരുന്നുണ്ട്, ഒന്ന് ഇവിടെയും ഒന്ന് ഇവിടെയായിട്ട്. ഇത് 2 ആവശ്യമൊന്നും ശരിക്കില്ല. ഞാൻ ഒന്ന് ബ്ലാക്ക് അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, ബ്ലാക്ക് സ്റ്റിക്കർ കൊണ്ട് ഇടാന്ന്. അത് 2 ആയാൽ ചിലപ്പോൾ ഒരു വൃത്തികേടായി തോന്നാൻ ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തതായി നമ്മൾ സിംഗാമ കൊടുക്കാനുള്ള ക്ലാമ്പ് സെറ്റ് ചെയ്യണം. അതിപ്പോൾ ഓരോ വണ്ടിക്ക് അനുസരിച്ച് ഇങ്ങനെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാവും, ഇപ്പുറത്ത് അപ്പുറത്ത്. പിന്നെ ഇതിൻ്റെ കൂടെ 2 സ്പേസർ വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ ടയർമേ ഈ മടുകാട്ട് കിടക്കുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിടാനാണ്. സ്പേസറൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ വരേണ്ടതാണ്. ഞാനിത് ഓൾറെഡി വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തതിൻ്റെ ശേഷം ഊരിയെടുത്താണ്. അപ്പോൾ ഇന്ത്യൻ്റെ കറക്റ്റ് എനിക്ക് പൊസിഷൻ അറിയാം. ബാക്ക് ലൈറ്റാണ്. എഫ്സിക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്ക് ലൈറ്റ് വരുന്നുണ്ട്, സ്പേസറും വേണം, നല്ല കറക്റ്റിൽ നിൽക്കുന്നുള്ളൂ. പിന്നെ ഈ മോഡലിൻ്റെ ഒരു പ്രത്യേകത, അതിന് ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആംഗിളിൽ നിർത്താം. പിന്നെ എഫ്സിക്ക് വെക്കുമ്പോൾ സ്പേസർ ആവശ്യമുണ്ട്, സ്പേസർ ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു സ്പേസറിൻ്റെ ഇടയിൽ ഒരു എക്സ്ട്രാ വാഷറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ആദ്യം ഈ വാഷർ ഇല്ലാതെ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ചെറുതായിട്ടൊരു ചെരിവുണ്ട്. അപ്പോൾ ഒരു വാഷർ എക്സ്ട്രാ ഇട്ട് കൊടുത്തപ്പോൾ അത് റെഡിയായി. MM ബോൾട്ടാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ നെട്ടും ബോൾട്ടും അവർ തരുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇതിങ്ങനെ ഈ കുണ്ടും കൂടിയൊക്കെ ചാടുമ്പോൾ താന്ന് പോകാതിരിക്കാൻ ഒരു സ്റ്റോപ്പറായിട്ട് കൊടുക്കാനാണ്. ഇതിങ്ങനെ അപ്പോൾ സിംഗാവുമ്പോൾ തട്ടി അവിടെ സെറ്റായി നിൽക്കും. ആരെങ്കിലും ഇതേപോലെ ബൈക്ക് റിപ്പയറിംഗ് ഒക്കെ ചെറിയൊരു ടൂൾ സെറ്റ് വാങ്ങാൻ വിചാരിക്കേണ്ടതുണ്ടെങ്കിൽ ഇത് ഞാൻ വാങ്ങിയതാണ്, ആമസോൺ ബേസിക്സിൻ്റെ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമാണ്. ഇതിൽ സോക്കറ്റും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. പെട്ടെന്ന് അങ്ങനെ തുരുമ്പൊന്നും വരാത്ത ടൈപ്പാണ്. ഇതിന്മേൽ ക്രോം വെനേഡിയം എന്നൊക്കെ എഴുതിയിരിക്കണേ, എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ 3x8 ആണ് റാച്ചറ്റ് വരേണ്ടത്. അത്യാവശ്യം കുഴപ്പമില്ല. ഏകദേശം ഇതാ സൈസ്, ഈ സൈസ് വരും. റാച്ചറ്റൊക്കെ നല്ല ക്വാളിറ്റിയാണ്. അപ്പോൾ ആരെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല അഭിപ്രായമാണ്. പിന്നെ കുറച്ച് സ്ക്രൂ ഡ്രൈവറിൻ്റെ ഇതും വരുന്നുണ്ട്. സ്ക്രൂ ഡ്രൈവറും കാര്യങ്ങളൊക്കെ ചെറിയ പരിപാടികൾക്കൊക്കെ നടക്കും. പിന്നെ വരുന്നതിനുണ്ട് ഇതിൻ്റെ കുറച്ചും കൂടി കൂടിയ ടൈപ്പ്. ഇത് 1500 വരുന്നത്. നല്ലൊരു കേസും ഉണ്ട്. പിന്നെ സാധനം മിസ്സാകുന്ന വിഷയമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത
നല്ല കേസുമാണ്. പിന്നെ ഈ ടൂൾ ബോക്സിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിലൊരു ടീ ബാർ വരുന്നില്ല. അതായത് ഓവർ ടൈറ്റ് ആക്കാൻ നമ്മൾ ഈ റാച്ചറ്റ് യൂസ് ചെയ്താൽ റാച്ചറ്റ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടീ ബാർ എക്സ്ട്രാ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു കംപ്ലീറ്റ് പാക്കേജായി സാധനം. നമുക്ക് ഏത് ആംഗിളിലാണോ വേണ്ടത് അതേപോലെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ വീലിൻ്റെ കട്ട്. ഇതിലിപ്പോൾ ഇവിടെ അങ്ങനെ ഈ സ്റ്റോപ്പറുള്ളതുകൊണ്ട് ഇത് പിന്നെ താഴേക്ക് പോകില്ല, സാധനം പക്കിയാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്പേസിലിടാം. ഞാൻ നല്ല അടുപ്പിച്ചിട്ടുണ്ട് ഇത്. അതുപോലെ ഇത് ഈ സൈഡിൽ തന്നെ ഇങ്ങനെ വെക്കണം എന്ന് നിർബന്ധമില്ല. ഈ ക്ലാമ്പ് നേരെ നമുക്ക് ഇപ്പുറത്തേക്കാക്കിയിട്ട് ഇവിടെ സെറ്റ് ചെയ്യാം. പക്ഷെ എന്ത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ഊരണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ ടയർ മൊത്തമായിട്ട് അഴിക്കേണ്ടി വരും. അവിടെ ആകുമ്പോൾ നെട്ട് മാത്രം ഊരിയിട്ട് മടുകാട്ട് കഴിച്ചെടുക്കാം. ഞാൻ ജസ്റ്റ് ക്ലിയറൻസ് ഒന്ന് ചെക്ക് ചെയ്യാൻ തട്ടുന്ന ജെല്ലാം മൊത്തം ഉറപ്പ് വരുത്താം നമ്മൾ വണ്ടി എടുത്ത് പോകേണ്ടതിന് മുന്നായിട്ട്.